ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ സീസൺ 10 വാരാന്ത്യങ്ങളിൽ ഏറെ പ്രേക്ഷക പിന്തുണയോടെ സംപ്രേഷണം ചെയ്യപ്പെടുന്നു. പാതി വഴിയിൽ അവാർഡുകൾ ഇവർക്ക്. ഇനി കുറഞ്ഞ കാലയളവിലേക്ക് ഷോയുടെ കാര്യത്തിൽ ചില മാറ്റങ്ങൾ. ബിഗ് ബോസിനായി സ്റ്റാർ സിംഗർ താൽക്കാലികമായി സംപ്രേഷണം അവസാനിപ്പിക്കുന്നു. പകരം ചില സംവിധാനങ്ങളുമായി സ്റ്റാർ സിംഗർ എത്തുന്നു. ജൂലൈ 27 ഞായറാഴ്ച സ്റ്റാർ സിംഗർ അതിന്റെ മൺസൂൺ ഫെസ്റ്റിവൽ ആഘോഷിച്ചിരുന്നു. വളരെ വർണ്ണശബളമായ ഒരു പ്രോഗ്രാമായിട്ടായിരുന്നു ഇത് തയ്യാറാക്കിയതും. ലാലേട്ടനും ഉഷാ ഉദുപ്പും സത്യൻ അന്തിക്കാടും നടി മോക്ഷയും ഉൾപ്പെടെ നിരവധി പേർ ഈ ഗ്രാൻഡ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഈ ഷോയിൽ വെച്ച് പ്രത്യേക ഒരു സമ്മാനം നൽകപ്പെട്ടു. മത്സരാർത്ഥികൾക്ക് അവരുടെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സമ്മാനം നൽകിയത്. ഷോയിൽ ഇവർ നേടിയ ആവറേജ് മാർക്കുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു സമ്മാനങ്ങൾക്കായി റാങ്കുകൾ നിശ്ചയിച്ചത്. സ്റ്റാർ സിംഗർ സീസൺ 10 ഇതുവരെ 11 റൗണ്ടുകളാണ് പൂർത്തിയാക്കിയത്. ഈ റൗണ്ടുകളിലെ ആവറേജ് മാർക്കിൽ ഏറ്റവും കൂടുതൽ നേടിയ 5 സ്ഥാനങ്ങളിലുള്ളവർക്കായിരുന്നു പ്രത്യേക സമ്മാനം ലഭിച്ചത്. ഈ ഷോയുടെ ഭാഗമായ ലക്ഷ്യ തന്നെയാണ് ഇവർക്ക് സമ്മാനം സ്പോൺസർ ചെയ്തത്. ഓരോരുത്തർക്കും 25,000 രൂപ വീതമാണ് സമ്മാനമായി ലഭിച്ചത്. ഞായറാഴ്ച നടന്ന മൺസൂൺ ഫെസ്റ്റിവലിൽ ലക്ഷ്യയുടെ പ്രതിനിധി തന്നെ ഈ സമ്മാനങ്ങൾ ജേതാക്കൾക്ക് നൽകുകയും ചെയ്തു. ഈ സമ്മാനങ്ങൾ നേടിയവർ ഇവരാണ്. ഒന്നാമതെത്തിയത് 99.82 ആവറേജ് മാർക്ക് നേടി കൃഷ്ണശ്രീയാണ്. 99.59 മാർക്ക് നേടി തീർത്ഥാസത്യൻ രണ്ടാമതെത്തി. 99.45 മാർക്ക് നേടി 2 പേരാണ് ഷോയിൽ മൂന്നാം സ്ഥാനം പങ്കിട്ടത്. വിധുരാജും അർജുൻ കേസിയും. 4ാം സ്ഥാനത്തേക്ക് 99.41 ആവറേജ് മാർക്ക് നേടി ദിൽരാജ് ഗോപി. 5ാം സ്ഥാനത്ത് ആവറേജ് മാർക്ക് 99.32 നേടി വൈശാഖൻ. ഈ 6 പേരാണ് നിലവിൽ ടോപ്പ് 6 പൊസിഷനിലുള്ളത്. ഇനി ഷോ മുന്നോട്ട് നീങ്ങുമ്പോൾ ഈ സ്ഥാനം നിലനിർത്താൻ ഇവർക്ക് കഴിയുമോ അതോ മറ്റുള്ളവർ മുന്നോട്ട് വരുമോ എന്ന് ഷോ മൺസൂൺ ഫെസ്റ്റിന് ശേഷം ആരംഭിക്കുമ്പോൾ പ്രേക്ഷകർ പ്രതീക്ഷയോടെ നോക്കും. പൊതുവെ സെർഗോ വിജയരാജ് ഷോ ഡയറക്ടറായ ഷോകളിൽ പലപ്പോഴും അപ്രതീക്ഷിത ട്വിസ്റ്റുകളും വിജയങ്ങളും ഉണ്ടാകാറുണ്ട്. നിലവിലെ കണ്ടസ്റ്റൻസിന്റെ പോയിന്റ് നില മുന്നോട്ടും സുരക്ഷിതമായിരിക്കുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്യൂ.